ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ എന്നിവ പ്രധാനപ്പെട്ട ചില അലോഹങ്ങളാണ്. ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ. സൂര്യനിലെയും മറ്റ് ഗ്രഹങ്ങളിലെയും മറ്റ് നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ അന്തരീക്ഷവായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നു. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്. എന്നാൽ അന്തരീക്ഷവായുവിൽ വളരെ ചെറിയ അളവിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. 1766 ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് 1766. കത്തുന്ന വായു എന്നാണ് അദ്ദേഹം ഇതിനെ വിളിച്ചത്. ജലം ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രജീൻസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പദം ലഭിച്ചത്. ഹൈഡ്രജൻ ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നത്. കത്തുന്ന വായു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹെൻറി കാവൻഡിഷ് 1766 ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. വ്യാവസായികമായി ഹൈഡ്രജൻ നിർമ്മിക്കുന്നത് ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ്. ഹൈഡ്രജന്റെ ഗുണങ്ങൾ: ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല, ജലത്തിൽ ലയിക്കുന്നില്ല, വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്, ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്, ഹൈഡ്രജൻ പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന ഒരു വാതകമാണ്. ഹൈഡ്രജന് നിറമില്ല, മണമില്ല, ജലത്തിൽ ലയിക്കുന്നില്ല, സാന്ദ്രത കുറവാണ്. ഹൈഡ്രജന്റെ ആറ്റോമിക തന്മാത്രകൾ ദ്വിആറ്റോമിക തന്മാത്രകളാണ്. ഹൈഡ്രജൻ പോപ്പ് ശബ്ദത്തോടെയാണ് കത്തുന്നത്. ഇനി ചില രാസപ്രവർത്തനങ്ങൾ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു. H2O+ O2 = 2H2+ താപം. ഹൈഡ്രജനും ഓക്സിജനും കത്തുമ്പോൾ അതിൽ ജലം ഉണ്ടാവുന്നുണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവുന്നുണ്ട്. H2+ Cl2 2HCl. H2+ Cl2 2HCl. ഹൈഡ്രജന്റെ ഉപയോഗങ്ങൾ: അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിനായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വനസ്പതി പോലുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കാൻ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഹൈഡ്രജൻ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വനസ്പതി പോലുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഹൈഡ്രജൻ ഒരു ഇന്ധനം. ഒരു ഇന്ധനത്തിൻ്റെ യൂണിറ്റ് മാസ് പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം. കലോറിക മൂല്യത്തിൻ്റെ ഒരു ഗ്രാഫ് ടേബിള് ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ളത് ഹൈഡ്രജന്, പിന്നെ മീഥേൻ, പെട്രോൾ, കൽക്കരി, എഥനോൾ, മെഥനോൾ, കാർബോഹൈഡ്രേറ്റുകൾ, കാർബൺ മോണോക്സൈഡുകൾ. ഇതിൻ്റെ ഒരു ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡറിൽ കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ, ഈ എമൗണ്ട് വേണ്ട, ഓർഡർ ഒന്ന് ഓർത്തിരിക്കുക. ഹൈഡ്രജൻ, മീഥേൻ, പെട്രോൾ, കൽക്കരി, മെഥനോൾ, എഥനോൾ, മെഥനോൾ, കാർബോഹൈഡ്രേറ്റുകൾ, കാർബൺ മോണോക്സൈഡ്. ഹൈഡ്രജൻ, മീഥേൻ, പെട്രോൾ, കൽക്കരി, എഥനോൾ, മെഥനോൾ, കാർബോഹൈഡ്രേറ്റുകൾ, കാർബൺ ഡയോക്സൈഡ്. ഹൈഡ്രജൻ ഒരു ഇന്ധനമായി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ: ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുന്നതിൻ്റെ ഫലമായി ജലം മാത്രം ഉണ്ടാകുന്നതിനാൽ മലിനീകരണ സാധ്യത കുറവാണ്. ഉയർന്ന കലോറിക മൂല്യമുണ്ട്. ഈ മേന്മകൾ ഉണ്ടായിട്ടും ഹൈഡ്രജൻ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല. കാരണം അതിന് കുറച്ച് പരിമിതികളുണ്ട്. ഹൈഡ്രജൻ സ്ഫോടനത്തോടെ കത്തുന്ന വാതകമാണ്. സംഭരിച്ചു വയ്ക്കുന്നതിനും വിതരണം ചെയ്യുന്നതും പ്രയാസകരമാണ്. കാർബൺ. നമുക്ക് ചുറ്റുമുള്ള മിക്കവാറും പദാർത്ഥങ്ങളിലും കാർബൺ അടങ്ങിയിരിക്കുന്നു. അനുദിനം പുതിയ കാർബൺ സംയുക്തങ്ങൾ കണ്ടുപിടിക്കുകയോ നിർമ്മിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിലും സംയുക്താവസ്ഥയിലും കാർബൺ കാണപ്പെടുന്നു. പീരിയോഡിക് ടേബിൾ പരിശോധിച്ച് കാർബണിൻ്റെ സ്ഥാനം, ആറ്റോമിക നമ്പർ, ഇലക്ട്രോൺ വിന്യാസം എന്നിവ കണ്ടെത്താൻ വേണ്ടിയിട്ടൊരു ടാസ്ക് തന്നിട്ടുണ്ട്. നിങ്ങളത് തീർച്ചയായിട്ടും കണ്ടെത്തണം. കാർബണിൻ്റെ രൂപാന്തരങ്ങൾ: കരി, കൽക്കരി, വജ്രം എന്നിവയാണ് നമുക്കറിയുന്ന കാർബണിൻ്റെ രൂപാന്തരങ്ങൾ. ഇവ വ്യത്യസ്ത ഗുണങ്ങളിലാണ്. എന്നാൽ കാർബൺ എന്ന മൂലകത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് ഇവയെല്ലാം. വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടുകൂടി ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളെ രൂപാന്തരങ്ങൾ എന്നും ഈ പ്രതിഭാസത്തെ രൂപാന്തരത്വം എന്നും പറയുന്നു.
കാർബണിൻ്റെ രൂപാന്തരങ്ങളെ ക്രിസ്റ്റലീയം, അമോർഫസ് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ബുള്ളറീൻ, ഗ്രഫീൻ. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രഫീൻ. അമോർഫസ് രൂപാന്തരങ്ങളാണ് ചാർക്കോൾ, കോക്ക്, വിളക്കുകരി, കൽക്കരി. അമോർഫസ് രൂപാന്തരങ്ങൾ ചാർക്കോൾ, കോക്ക്, വിളക്കുകരി, കൽക്കരി. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് നിശ്ചിത ജ്യാമിതീയ ആകൃതി ഉണ്ടായിരിക്കും. ഇവയിൽ ക്രിസ്റ്റലിൻ്റെ ഘടനയിൽ കണങ്ങളെ ക്രമത്തിൽ അടുക്കി വെച്ചിരിക്കുന്നു. സോ ക്രിസ്റ്റലീയ രൂപാന്തരത്തിന് ഒരു ജ്യാമിതീയ ആകൃതി ഉണ്ടാവും. അതിലാണ് വജ്രം. വജ്രത്തിനൊരു ആകൃതി ഇല്ലേ? ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രഫീൻ. ഇത് ത്രിമാന തലത്തിൽ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. കാർബണിൻ്റെ വിവിധ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ്. അതിലൊന്ന് വരുന്നത് വജ്രമാണ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ് വജ്രം. വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും അതിനു ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഈ ബന്ധമാണ് വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം. ഈ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാൽ വജ്രം വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. വജ്രത്തിന്റെ ഏതാനും സവിശേഷതകൾ നൽകിയിരിക്കുന്നു. കാഠിന്യം വളരെ കൂടുതലാണ്, വൈദ്യുതിയെ കടത്തിവിടുന്നില്ല, ഉയർന്ന താപചാലകത, ഉയർന്ന അപവർത്തനാങ്കം. ആഭരണങ്ങൾ നിർമ്മിക്കുവാനും ഗ്ലാസ് മുറിക്കുവാനും വജ്രം ഉപയോഗിക്കുന്നതിന് കാരണം ഇതിൻ്റെ ഈ സവിശേഷതകളാണ്. ഗ്രാഫൈറ്റ് ആണ് കാർബണിൻ്റെ മറ്റൊരു ക്രിസ്റ്റലീയ രൂപാന്തരം. ഗ്രാഫൈറ്റിൽ ഓരോ കാർബണും ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഗ്രാഫൈറ്റിൽ പാളികൾക്കിടയിൽ സഹസംയോജക ബന്ധനം ഇല്ല. ദുർബലമായ ആകർഷണ ബലമാണ് ഉള്ളത്. അതിനാൽ പാളികൾക്ക് പരസ്പരം തെന്നിമാറാൻ കഴിയും. സോ ഗ്രാഫൈറ്റിൽ പാളികൾക്ക് പരസ്പരം തെന്നിമാറാൻ കഴിയും. കാരണം ഇവിടെ പാളികൾക്കിടയിൽ സഹസംയോജക ബന്ധമില്ല, ആകർഷക ബലം മാത്രമാണുള്ളത്, അതും വളരെ ദുർബലമായ. അതിനാൽ ഗ്രാഫൈറ്റ് സ്നേഹകമായിട്ട് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഇനി ഗ്രഫീൻ. ദ്വിമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളിയാണ് ഗ്രഫീൻ. ഗ്രഫീനിൻ്റെ സവിശേഷതകൾ: സ്റ്റീലിൻ്റെ 200-1 ഭാരവും അലൂമിനിയത്തിൻ്റെ 5-1 ഭാരവുമാണ് ഗ്രഫീന്. സ്റ്റീലിൻ്റെ 200-1 ഭാരവും അലൂമിനിയത്തിൻ്റെ 5-1 ഭാരവുമാണ് ഗ്രഫീന്. ഉയർന്ന വൈദ്യുത ചാലകതയുണ്ട്, അതുപോലെ തന്നെ ഉയർന്ന താപചാലകതയുമുണ്ട്. നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന പദാർത്ഥമാണ് ഗ്രഫീൻ. ഗ്രഫീന് സ്റ്റീലിൻ്റെ 200-1 ഭാരവും അലൂമിനിയത്തിൻ്റെ 5-1 ഭാരവുമാണ്. വൈദ്യുത ചാലകതയും താപചാലകതയും വളരെ കൂടുതലാണ്. ഫുള്ളറീൻ. പഞ്ചഭുജ ആകൃതിയിലും ഷഡ്ഭുജ ആകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറീനുകൾ. ഇവ ബക്കി ബോൾസ് എന്ന് വിളിക്കപ്പെടുന്നു. സിലിണ്ടർ ആകൃതിയിലുള്ള ബുള്ളറീനുകളാണ് കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഫുള്ളറീനാണ്. ഇവയെ ബക്കി ട്യൂബ്സ് എന്നും വിളിക്കുന്നു. സോ നാനോ ട്യൂബ്, ബക്കി ട്യൂബ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഫുള്ളറീനാണ്. വിവരസാങ്കേതിക വിദ്യാരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് ഫുള്ളറീൻ. അമോർഫസ് രൂപാന്തരങ്ങൾ. നിയതമായ ക്രിസ്റ്റലീൻ ഘടനയില്ലാത്ത ഖരപദാർത്ഥങ്ങളാണ് അമോർഫസ് രൂപാന്തരങ്ങൾ. ചാർക്കോള്, കോക്ക്, വിളക്കുകരി, കൽക്കരി എന്നിവയാണ് കാർബണിൻ്റെ വ്യത്യസ്ത അമോർഫസ് രൂപാന്തരങ്ങൾ. കാൽസ്യം കാർബണേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡ് വാതകം ലഭിക്കുന്നത്. കാൽസ്യം കാർബണേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് ഈ വാതകം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടുമ്പോൾ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാകുന്നു. കാർബൺ ഡയോക്സൈഡിൻ്റെ കുറച്ച് ഉപയോഗങ്ങളാണ്: അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു, സോഡാ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയിൽ ഉപയോഗിക്കുന്നു, അലക്കുകാരം, അപ്പക്കാരം എന്നിവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു, യൂറിയ പോലുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിന്, കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജനിൽ ഉപയോഗിക്കുന്നു. ഖരരൂപത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നു. ഇത് സ്റ്റേജ് ഷോകളിലും മറ്റും പുക നിറഞ്ഞ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ അലക്കുകാരത്തിൻ്റെയും അതുപോലെ തന്നെ അപ്പക്കാരത്തിൻ്റെയും കുറിച്ച് അലക്കുകാരം Na2CO3 10H2O, അപ്പക്കാരം NaHCO3.
കാർബൺ മോണോക്സൈഡ് ജ്വലനം നടക്കുമ്പോൾ കാർബണിന്റെ അളവ് വളരെ അധികം കൂടുകയോ ഓക്സിജന്റെ അളവ് കുറയുകയോ ചെയ്താൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യമാണ് 2C+O2 ഉണ്ടായ വാതകം കാർബൺ മോണോക്സൈഡ് ആണ്. ഇത് ഒരു വിഷവാതകമാണ്. 2C+O2 2CO. കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഇതുമൂലം രക്തത്തിന് ഓക്സിജൻ വഹിക്കുവാനുള്ള കഴിവ് കുറയുകയും അത് മരണത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു. കാർബൺ മോണോക്സൈഡിന്റെ ഉപയോഗങ്ങൾ വാതക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നു. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നു. കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. കാർബൺ അടങ്ങിയ മറ്റു സംയുക്തങ്ങളാണ് കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. ഉദാഹരണം അലക്കുകാരം, അപ്പക്കാരം, മാർബിൾ എന്നിവ. കാർബോണിക് ആസിഡിന്റെ ലവണങ്ങളാണ് കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. നൈട്രജൻ. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. ജീവനുള്ള വസ്തുക്കളിലെല്ലാം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ മൂലകമാണ് നൈട്രജൻ. ജൈവവളം പരിസ്ഥിതി സൗഹൃദം, മണ്ണിന്റെ സ്വാഭാവികത നിലനിർത്തുന്നു. പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം, സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കുന്നില്ല. കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടതായി വരുന്നു. മലിനീകരണ സാധ്യത കുറയ്ക്കുന്നു. രാസവളം കൂടുതൽ വിളവ് ലഭിക്കുന്നു. ലഭ്യത കൂടുന്നു. 3 പോഷക ഘടകങ്ങളും വേഗത്തിൽ ലഭിക്കുന്നു. മണ്ണിന്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നു. മണ്ണിന്റെ അമ്ലത വർദ്ധിപ്പിക്കുന്നു. മലിനീകരണം ഉണ്ടാക്കുന്നു. നൈട്രജന്റെ ഭൗതിക ഗുണങ്ങൾ. നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് നൈട്രജൻ. ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുന്നുള്ളൂ. ദ്രവീകരിക്കാൻ പ്രയാസമാണ്. നൈട്രജന് നിറമോ മണമോ ഇല്ല. ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുന്നുള്ളൂ. ദ്രവീകരിക്കാൻ പ്രയാസമാണ്. നൈട്രജന്റെ ഉപയോഗങ്ങൾ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന്, നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന്, ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നതിന്, ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകമാണ് പ്രാണവായു എന്നറിയപ്പെടുന്ന ഓക്സിജൻ. അന്തരീക്ഷവായു, ജലം, ധാതുക്കൾ, ജീവജാലങ്ങൾ എന്നിവയെല്ലാം ഓക്സിജൻ സ്വതന്ത്രാവസ്ഥയിലോ സംയുക്താവസ്ഥയിലോ കാണപ്പെടുന്നു. ഓക്സിജന്റെ കണ്ടുപിടുത്തം 1774 ജോസഫ് പ്രീസ്റ്റ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഓക്സിജൻ കണ്ടുപിടിച്ചത് 1774 ജോസഫ് പ്രീസ്റ്റ്ലി. എന്നാൽ ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്റ്റ്ലി 1774. എന്നാൽ ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയയാണ്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഓക്സിജൻസ് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത്. വ്യാവസായികമായി ഓക്സിജൻ നിർമ്മിക്കുന്നത് ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ്. 2H2O 2H2+O2. ഓക്സിജന്റെ പ്രധാന രാസഗുണങ്ങൾ. ഓക്സിജൻ ലോഹങ്ങളായും അലോഹങ്ങളുമായും പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. കാർബൺ, ഹൈഡ്രജൻ മുതലായ അലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡും ജലവും ഉണ്ടാകുന്നു. വിവിധ ലോഹങ്ങളുമായിട്ട് ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ അവയുടെ തിളക്കം നഷ്ടപ്പെടുന്നു. ഓക്സിജന്റെ ഉപയോഗങ്ങൾ. ജ്വലന സഹായിയായി, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി, കൃത്രിമ ശ്വസനത്തിന് ഓക്സി അസറ്റ്ലീൻ, ജ്വാല, വെൽഡിംഗ് ഉപയോഗിക്കുന്നു. ഓസോൺ. ഓക്സിജൻ ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണ്. എന്നാൽ 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന തന്മാത്രയാണ് ഓസോൺ. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിപ്പിക്കുന്നു. ഇങ്ങനെയുണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ ഓക്സിജൻ തന്മാത്രയുമായി സംയോജിച്ച് ഓസോൺ ഉണ്ടാകുന്നു. ഓസോൺ ഊർജം കുറഞ്ഞ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് വീണ്ടും ഓക്സിജനായി മാറുന്നു. ഈ ചാക്രിക പ്രവർത്തനത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് സ്ഥിരമായി നിലനിൽക്കുന്നു. ഈ പ്രവർത്തനത്തിൽ ഊർജത്തിനായിട്ട് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനാൽ മാരകമായ ഇത്തരം വികിരണങ്ങൾ അമിതമായി ഭൂമിയിൽ എത്തുന്നില്ല. ഓസോൺ ഒരു ഗ്രീൻ ഹൗസ് വാതകമാണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. അന്തരീക്ഷത്തിൽ കലരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ സ്ട്രാറ്റോസ്ഫിയറിലെത്തി സ്വയം വിഘടിക്കുന്നു. ക്ലോറിൻ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് ഓക്സിജനായി മാറ്റുന്നു. ഇത് ഓസോൺ-ഓക്സിജൻ ചാക്രിക പ്രവാഹത്തെ അസന്തുലിതമാക്കുന്നു. അന്തരീക്ഷത്തിലെ ഓസോണിനുണ്ടാകുന്ന ശോഷണം അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ ആഗിരണത്തെ കുറയ്ക്കുന്നു.
ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ എന്നീ ആറ്റങ്ങൾ അടങ്ങിയ ഒരു വിഭാഗം സംയുക്തങ്ങളാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അഥവാ CFC. ഇവയെ മർദ്ദം ഉപയോഗിച്ച് എളുപ്പത്തിൽ ദ്രവീകരിക്കാൻ കഴിയും. ദ്രവീകരിച്ച ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ബാഷ്പീകരിക്കുമ്പോൾ നല്ല തണുപ്പ് ഉണ്ടാകുന്നതിനാൽ റെഫ്രിജറേറ്ററുകൾ, AC മുതലായവയിൽ ഇവ ഉപയോഗിക്കുന്നു. ഈ ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി ഉപേക്ഷിക്കുമ്പോൾ CFC പുറത്തുവരാൻ കാരണമാകുന്നു. ഓസോൺ പാളിയുടെ ശോഷണത്തിന് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ കാരണമാകുന്നു. CFCക്ക് പകരം ക്ലോറിൻ അടങ്ങിയിട്ടില്ലാത്ത സംയുക്തങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നു. ഇവയെ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ, HFC, ദ്രവീകരിച്ച ഹൈഡ്രോ കാർബണുകൾ, ലിക്വിഡ് അമോണിയ, ഖര കാർബൺ ഡയോക്സൈഡ് എന്നിവ ഉൾപ്പെടുന്നു. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നു. ബ്ലീച്ചിങ് പൗഡറിന്റെ ഗന്ധത്തിന് കാരണം ബ്ലീച്ചിങ് പൗഡറിൽ ക്ലോറിന്റെ സാന്നിധ്യം ഉള്ളതിനാലാണ്. ക്ലോറിന് ക്രിയാശീലം കൂടുതലായതിനാൽ പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നില്ല. ക്ലോറിന്റെ ഭൗതിക ഗുണങ്ങൾ: പച്ച കലർന്ന മഞ്ഞ നിറം, രൂക്ഷഗന്ധം, വായുവിനേക്കാൾ സാന്ദ്രത കൂടുതൽ. പച്ച കലർന്ന മഞ്ഞ നിറം, രൂക്ഷഗന്ധം, വായുവിനേക്കാൾ സാന്ദ്രത കൂടുതൽ. ജലം ക്ലോറിനുമായി പ്രവർത്തിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാകുന്നു. ഹൈപ്പോക്ലോറസ് ആസിഡിന് സ്ഥിരത കുറവായതിനാൽ അവ വിഘടിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും നവജാത ഓക്സിജനും ഉണ്ടാകുന്നു. നവജാത ഓക്സിജൻ ശക്തിയേറിയ ഒരു ഓക്സികാരിയായി പ്രവർത്തിച്ച് നിറമുള്ള പദാർത്ഥങ്ങളെ നിറമില്ലാത്ത പദാർത്ഥങ്ങളാക്കി മാറ്റുന്നു. ജലശുദ്ധീകരണത്തിനായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാറുണ്ട്. ക്ലോറിന്റെ ഉപയോഗങ്ങൾ: ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്നു, ആന്റിസെപ്റ്റിക്, കീടനാശിനികൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. ക്ലോറിൻ ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്നു, ആന്റിസെപ്റ്റിക്, കീടനാശിനികൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു.